തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയം ഇന്ത്യയുടെ ഏകദിന മത്സരത്തിന് വീണ്ടും വേദിയാകും. വെസ്റ്റ് ഇൻഡീസ് ടീമിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ ആദ്യ മത്സരം കാര്യവട്ടത്ത് നടക്കും. സെപ്റ്റംബർ 27-നാണ് മത്സരം. ജനുവരി 31-ന് കാര്യവട്ടത്ത് അവസാനമായി അന്താരാഷ്ട്ര മത്സരം നടന്നത്. സഫാൻ VP ഉണ്ട്. സഫാൻ, മറ്റു വിവരങ്ങൾ. ഈ BCCI ആണ് ഇത്തരത്തിലൊരു ഷെഡ്യൂൾ സെപ്റ്റംബർ മുതലുള്ള ഷെഡ്യൂൾ പ്രഖ്യാപിച്ചത്. അതിൽ വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യൻ ടൂറിൽ 3 ഏകദിന മത്സരങ്ങളും 5 T20 മത്സരങ്ങളാണുള്ളത്. അതിൽ ആദ്യ മത്സരം കാര്യവട്ടത്താണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ജനുവരിയിലായിരുന്നു ഇന്ത്യയിൽ കാര്യവട്ടത്ത് അവസാനമായി T20 ടൂർണമെൻറ്റ് നടന്നത്. അതിനു മുമ്പ് 2023-ലായിരുന്നു കാര്യവട്ടത്ത് ഏകദിനം നടന്നത്. ഇപ്പോൾ ഈ ഷെഡ്യൂളിൽ കേരളത്തെ കൂടി BCCI ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 2027 ലോകകപ്പ് വരുന്നതിന് മുന്നോടിയായുള്ള മത്സരക്രമങ്ങളാണ് BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ആവേശത്തിലാണ് തിരുവനന്തപുരവും കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരുമുള്ളത്. ഈ ഏകദിനവുമായി ബന്ധപ്പെട്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടക്കമുള്ള താരങ്ങൾ ലോകകപ്പിന് മുന്നോടിയായുള്ള ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ T20 ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായിരുന്നു. മലയാളികളുടെ സഞ്ജു സാംസൺ ഈ ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ ടീം ഏതായാലും ഈ മത്സരത്തിനുള്ള ടീം പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ഏകദിന ടീമിൽ സഞ്ജുവും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യവട്ടത്ത് നടക്കുന്ന ഏകദിന മത്സരത്തിൽ സെപ്റ്റംബർ 27 നടക്കുന്ന മത്സരത്തിൽ സഞ്ജുവും കളിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ മത്സരക്രമങ്ങളാണ് ഇപ്പോൾ BCCI ഔദ്യോഗികമായി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടീം പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജീന. ശരി, സഫാൻ VP.